ഹായ് ഫ്രണ്ട്സ്, ഒരു വ്യത്യസ്തമായ വിഷയം നമുക്കിത് ചർച്ച ചെയ്യാം. ചുമ, ഡ്രൈ കോഫ് അഥവാ വരണ്ട ചുമ. ചുമയ്ക്കുന്നു പക്ഷെ കഫം വരുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചുമ എന്ന് പറയുന്നത് ശരീരത്തിന്റെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അതായത് ശ്വാസകോശത്തിനുള്ളിലുള്ള കഫവും മറ്റെന്തെങ്കിലും സെക്രീഷൻസും ഉണ്ടെങ്കിൽ അവയെ പുറത്തു കളയാനായിട്ട് ശരീരത്തിന്റെ ഒരു മാർഗമാണ് ചുമ. ചുമ സാധാരണഗതിയിൽ രണ്ട് രീതിയിൽ ഉണ്ടാകാം. ഒന്ന്, ചുമയോടൊപ്പം തന്നെ കഫം കൂടെ വരുന്ന ചുമയാകാം, പ്രൊഡക്റ്റീവ് കഫ്. ഇത് സാധാരണ നല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷനോ മറ്റോ വരുമ്പോൾ അങ്ങനെ കാണും. രണ്ട്, ചുമയുണ്ടാകാം, വരണ്ട ചുമയായിരിക്കാം, കഫം ഒന്നും വരില്ല, അല്ലെങ്കിൽ കഫം തീരെ കുറവായിരിക്കും വരുന്നത്. ഇതിനെ നമ്മൾ നോൺ പ്രൊഡക്റ്റീവ് കഫ് അഥവാ ഡ്രൈ കോഫ് അഥവാ നമ്മൾ മലയാളത്തിൽ വരണ്ട ചുമ എന്ന് പറയുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ജനറൽ ഡോക്ടറെ കാണുന്ന രോഗികളിൽ ഒരു പ്രധാനപ്പെട്ട സിംറ്റം, വളരെയധികം പേരുടെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം ഒരു ഡ്രൈ കോഫ് അഥവാ വരണ്ട ചുമയായിരിക്കും. ഈ വരണ്ട ചുമയുടെ ഇമ്പോർട്ടൻറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. കോമൺ കോൾഡ്, ഫ്ലൂ, മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ വൈറൽ ന്യൂമോണിയ, വൈറസ് ഇൻഫെക്ഷൻ തൊണ്ടയും ശ്വാസകോശത്തെയും ബാധിക്കുന്നത്, ഇതിൽ വരണ്ട ചുമയുണ്ടാകാം. ഈ സിംറ്റത്തിന്റെ തുടക്കത്തിൽ വരണ്ട ചുമയും ചെറിയ പനിയുമായിരിക്കാം. സാധാരണ ഇതിൽ ഈ വൈറൽ ഇൻഫെക്ഷൻ നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാറും. രോഗം മാറുന്നതിനനുസരിച്ച് ചുമയും മാറും. ഇനി ചില ആൾക്കാരിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്ന് മാറിയതിന് ശേഷം അതൊരു വൈറൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം, അതായത് തൊണ്ടയുടെ മറ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ വൈറൽ ന്യൂമോണൈറ്റിസോ അല്ലെങ്കിൽ ലങ്സിനെ വൈറൽ ഇൻഫെക്ഷൻ ബാധിച്ചതുമായിരിക്കാം. ഇത് മാറിയ ശേഷം ചില ആൾക്കാരിൽ കുറച്ചു നാൾ ഈ ചുമ നീണ്ടു നിൽക്കാം. അത് പലപ്പോഴും വരണ്ട ചുമയായിരിക്കാം. ഏതാനും ആഴ്ചകൾ തന്നെ പലപ്പോഴും നീണ്ടു നിൽക്കാം. ഇങ്ങനെയുള്ള കേസിൽ ഈ വരണ്ട ചുമയ്ക്ക് മരുന്നുകൾ വേണ്ടി വന്നേക്കാം. അടുത്ത സംശയം പലരുടെയും, കോവിഡിൽ വരണ്ട ചുമ വരാമോ? തീർച്ചയായിട്ടും. കോവിഡിൽ ഏകദേശം 50% ആൾക്കാർക്ക് വരണ്ട ചുമ അതിന്റെ തുടക്കത്തിൽ ഉണ്ടാകാം. പനിയും മറ്റും കൂടെ തന്നെ ഒരു വരണ്ട ചുമയുണ്ടാകാം. എന്നിട്ട് കോവിഡ് രോഗം മാറുന്നതിനനുസരിച്ച് ഈ വരണ്ട ചുമയും സാധാരണഗതിയിൽ മാറുകയാണ് ചെയ്യാറുള്ളത്. ഇതല്ലാതെ, ഇൻഫെക്ഷൻ അല്ലാതെ മറ്റു കാരണങ്ങളുണ്ടോ വരണ്ട ചുമയ്ക്ക്? ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം ആസ്മയാണ്. നമുക്കറിയാം, ആസ്മ എന്ന് പറയുമ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും ശ്വാസമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ്. ചില ആൾക്കാരിൽ ശ്വാസമുട്ടിനേക്കാൾ കൂടുതൽ ചുമയാണ് കണ്ടുവരാറുള്ളത്. ഇത് നമ്മൾ കഫ് വേരിയന്റ് ആസ്മ എന്ന് പറയുന്നു. ചുമ മാത്രമായിട്ട് കണ്ടുവരും. ഒപ്പം തന്നെ ഈ ചുമ പലപ്പോഴും രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതൽ. ആസ്മയുടെ മറ്റ് പരിശോധനകൾ പലരും ചെയ്യുമ്പോൾ അതിൽ ആസ്മയുടെ മറ്റ് പോസിറ്റീവ് ഫൈൻഡിങ്സ് മറ്റ് ടെസ്റ്റുകളിൽ ഉണ്ടാകാം. ഇതിലും പലപ്പോഴും ആസ്മയുടെ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ കഫ് വേരിയന്റ് ആസ്മയ്ക്ക് നൽകി വരുന്നത്. പിന്നെ പുകവലിക്കാരിൽ പലപ്പോഴും സ്ഥിരമായിട്ട് ഒരു ചുമ കൊണ്ടുവരാറുണ്ട്. ഇത് നമ്മൾ സ്മോക്കേഴ്സ് കോഫ് എന്ന് പറയുന്നു. ഈ കഫിൽ സാധാരണഗതിയിൽ വരണ്ട ചുമയായിരിക്കാം, അല്ലെങ്കിൽ ചുമച്ചിട്ട് വളരെ കുറച്ച് കഫം മാത്രം വരാം. പിന്നെ ഒരുപാട് നാൾ പുകവലിയും മറ്റുമുള്ള ആൾക്കാരിൽ നമുക്കറിയാം ശ്വാസകോശത്തെ അത് പെർമനന്റ് ആയിട്ട് ഡാമേജ് ആക്കുന്നു. അതിനെ നമ്മൾ COPD എന്ന് പറയുന്നു, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഈ ഒരു കണ്ടീഷനിൽ പലപ്പോഴും ചുമ ഒരുപാട് നീണ്ടു നിന്നേക്കാം. സ്ഥിരമായി ചുമയുണ്ടായിരിക്കാം, പുകവലിക്കുന്ന ആൾക്കാരായിരിക്കാം, ശ്വാസകോശത്തിൽ COPD രോഗം ഉണ്ടായിരിക്കാം. ഇതിന്റെയൊക്കെ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം പുകവലി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഈ അസുഖത്തിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് മരുന്നുകളും വേണ്ടി വന്നേക്കാം. ഇനി പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്നൊരു കണ്ടീഷനും വളരെ കോമൺ ആണ്, നമ്മളത് അറിഞ്ഞിരിക്കണം. എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും കാരണങ്ങളുണ്ട്. അത് സൈനസൈറ്റിസ് ആയിരിക്കാം, നേരത്തെ വന്ന ഇൻഫെക്ഷൻ ആയിരിക്കാം. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ, അതായത് മൂക്കിലെയോ തൊണ്ടയിലെയോ സൈനസുകളുടെയോ നേർത്ത മെംബ്രെയിൻ, അതായത് ആ മ്യൂക്കസ് മെംബ്രെയിൻ ഇറിറ്റേറ്റഡ് ആയിട്ട് കുറച്ച് സെക്രീഷൻ, അതായത് കൂടുതലായിട്ട് സെക്രീഷൻ വരുന്നു. ഈ സെക്രീഷൻ ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മുടെ ചുമ എന്നുള്ള റിഫ്ലക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചുമ വരാം. പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറയുന്നത് ചുമയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കോസാണ്. അത് പലപ്പോഴും ഡ്രൈ കോഫ് ആയിരിക്കും. ഈ ഡ്രൈ കോഫിന്റെ ചികിത്സയിൽ നമുക്ക് എന്തുകൊണ്ടാണ് പോസ്റ്റ് നേസൽ ഡ്രിപ്പ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ചികിത്സയാണ് വേണ്ടത്. ചില ആൾക്കാരിൽ ക്രോണിക് ആയിട്ട് ടോൺസിലൈറ്റിസോ മറ്റോ ഇരുന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ സൈനസൈറ്റിസ് ക്രോണിക് ആയിട്ട് ഇരുന്നിട്ടായിരിക്കാം ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് വരുന്നത്. അപ്പൊ അതിന്റെ ചികിത്സ ചെയ്യുമ്പോൾ ഈ കേസുകളിലെ ചുമ മാറുകയാണ് ചെയ്യുന്നത്. മറ്റു ചില ആൾക്കാരിൽ ആസിഡ് റിഫ്ലക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കോസാണ്. എന്താണ് ആസിഡ് റിഫ്ലക്സ്? അതായത് വയറിൽ നമുക്കറിയാം ആസിഡ് ഉണ്ട്. ഈ ആസിഡ് പലപ്പോഴും റിഫ്ലക്സ് റീഗർജിറ്റേറ്റ് ചെയ്ത് വരുന്നു. ഇതിന്റെ ഒരു സിംറ്റമായിട്ട് ചുമ വരൽ കണ്ടുവരാറുണ്ട്. ഈ ചുമയും സാധാരണഗതിയിൽ ആസിഡിറ്റിയുടെ സിംറ്റത്തോടൊപ്പമായിരിക്കും ചില ആൾക്കാരുടെ വരുന്നത്. അതായത് ചിലപ്പോൾ വയറിച്ചിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നെഞ്ചരിച്ചിലുണ്ടാകാം, ഭക്ഷണം കഴിച്ച് തിരിച്ച് പുറത്തേക്ക് തികട്ടി വരുന്നത് പോലെ തോന്നാം. ഇതോടൊപ്പം തന്നെ രാത്രി കിടക്കുമ്പോഴായിരിക്കും ഇത്തരം ചുമ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത്തരം കേസുകളിൽ ഈ ആസിഡ് റിഫ്ലക്സ് ചെയ്തിട്ട് തൊണ്ടയിലും മറ്റും വന്നിട്ട് ഇവിടുത്തെ മെംബ്രെയിൻസ്, അതായത് മ്യൂക്കോസയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ചുമയുണ്ടാക്കും.
ഇതിന്റെ ചികിത്സയിൽ ആസിഡിറ്റി കുറയ്ക്കാനുള്ള മരുന്നുകളും മറ്റ് ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങളും വരുത്തേണ്ടത് ആവശ്യമാണ്. ഇനി ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ വരണ്ട ചുമ കണ്ടുവരാറുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇന്ന് മലിനീകരണം വളരെ കൂടുതലാണ്. നമുക്കറിയാം, അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം മറ്റു കൂടുതലാണ്. ഈ വായുവിലുള്ള സ്മോക്കും മറ്റ് പൊളൂട്ടൻസും ഇറിറ്റൻസും ഇതും ചുമയുണ്ടാക്കാം. ഒരു ഇറിറ്റൻ കോഫ് ഉണ്ടാക്കാം. ഇത് പലപ്പോഴും ഡ്രൈ കോഫ് അഥവാ വരണ്ട ചുമയാണ്. നമുക്കറിയാം, കൂടുതൽ പൊളൂട്ടഡ് സിറ്റീസിൽ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടറിയോ മറ്റ് സ്മോക്ക് ഇൻഹലേഷൻ വരുന്ന ആൾക്കാർ, അതുപോലെ ഇവർക്ക് ഇറിറ്റൻ കോഫ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ചില ആൾക്കാർ ഇതായിരിക്കില്ല, ചിലപ്പോൾ പോളൻ, ഏതെങ്കിലും ചെടികളുടെ പോളൻ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും മൈറ്റിൻ്റെയോ ഡസ്റ്റിൻ്റെയോ എന്തെങ്കിലും അലർജി, വീട്ടിനുള്ളിലുള്ള അലർജി ആയിരിക്കാം. ഇതും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് ഡ്രൈ കോഫായിട്ട് വരാം. അപ്പോൾ ഡ്രൈ കോഫായിട്ടുള്ള ഒരാൾക്ക് അലർജി പലപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഏതെങ്കിലും സബ്സ്റ്റൻസിനോട് അലർജി ആണോ, അതോ എന്തെങ്കിലും ഇറിറ്റൻ കോഫാണോ, പുകയോ മറ്റോ പൊല്യൂഷൻ കാരണമുള്ളതാണോ, ആസ്മയാണോ, ഇതെല്ലാം നമ്മൾ നോക്കണം. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് TBയുടെ രോഗവും വളരെ കോമൺ ആണ്. അപ്പോൾ TBയിൽ പലപ്പോഴും ചുമ മാത്രമായിട്ട് രോഗികൾ വരാം. അപ്പൊ ഈ ഒരു കേസിൽ എല്ലാ TB ഉള്ള രോഗികൾക്കും ചുമയിൽ കഫം വരണമെന്നില്ല. ചില ആൾക്കാരിൽ ചുമ മാത്രമായിട്ട് വരാം. വരണ്ട ചുമയായിരിക്കാം, ചെറിയ പനിയായിരിക്കാം, നമ്മൾ ചിലപ്പോൾ മിസ് ചെയ്തെന്ന് വരാം. അപ്പൊ കുറച്ചു ദിവസം നിൽക്കുന്ന വരണ്ട ചുമയാണെന്നിരിക്കട്ടെ, ഏതാനും ആഴ്ചകൾ നിൽക്കുന്ന വരണ്ട ചുമയാണ്. ഈ ചുമയോടൊപ്പം ചെറിയ രീതിയിൽ പനി എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഈ ചുമയോടൊപ്പം തന്നെ ചെറിയ വെയിറ്റ് കുറയുന്ന അനുസരിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ TB ആണോ എന്നുകൂടെ നോക്കുന്നത് നമ്മുടെ നാട്ടിൽ TB കോമൺ ആയതുകൊണ്ട് എപ്പോഴും നല്ലതാണ്. വരണ്ട ചുമ എപ്പോഴൊക്കെ നമ്മൾ പേടിക്കണം, അഥവാ ഈ വരണ്ട ചുമ വേറൊരു സീരിയസ് ആയുള്ള രോഗത്തിന്റെ കാരണം കൊണ്ടാണോ എന്ന് നമ്മളിങ്ങനെ ഏതൊക്കെ കേസുകളിൽ നമ്മൾ സംശയിക്കണം, ഇതിനെക്കുറിച്ചുള്ള അറിഞ്ഞിരിക്കണം. വെറും വരണ്ട ചുമ മാത്രമേ ഉള്ളൂ, ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷമാണ്, അത് സാധാരണ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാറും. ഒരു വരണ്ട ചുമയുണ്ട്, അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നു, അത് മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. ഈ വരണ്ട ചുമയോടൊപ്പം മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ഇടയ്ക്ക് ചുമയ്ക്കുമ്പോൾ കുറച്ച് കഫം വരുന്നു, അല്ലെങ്കിൽ ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ചുമയോടൊപ്പം ശ്വാസം മുട്ട് തോന്നുന്നു, നെഞ്ചുവേദന തോന്നുന്നു, ഭക്ഷണം കഴിച്ചെടുക്കാൻ പ്രയാസമായിട്ട് തോന്നുന്നു, വളരെ നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടക്കുമ്പോൾ വല്ലാണ്ട് ആയ്പ് വരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിങ്ങൾ കാണണം. പലപ്പോഴും ഈ ചുമ ഹാർട്ടിന്റെ രോഗങ്ങൾ കൊണ്ടും വരാറുണ്ട്. ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞാൽ, അഥവാ ഹാർട്ടിന്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ, ഹാർട്ട് ഫെയിലിയർ വന്നാൽ ചിലപ്പോൾ ചുമയായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. ആ ചുമ സാധാരണഗതിയിൽ രാത്രി കിടന്നതിന് ശേഷമായിരിക്കാം കൂടുതലായിട്ട് വരുന്നത്. ഒന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ കുറയുന്നതായിട്ട് തോന്നാം. അപ്പോൾ ഹാർട്ടിന്റെ നേരത്തെ അസുഖമുള്ളവരാണെന്നിരിക്കട്ടെ, ചുമ കൂടുതലാൾ നിന്നാൽ ഹാർട്ടിന്റെ പ്രവർത്തനം പമ്പിങ് കുറഞ്ഞതാണോ തീർച്ചയായിട്ടും നോക്കണം. ചില ആൾക്കാരിൽ ചില മരുന്നുകൾ ചുമയുണ്ടാക്കാറുണ്ട്. ഇതിലൊരു പ്രധാന മരുന്ന് പലപ്പോഴും BP കൊടുക്കുന്ന AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന തരം മരുന്നുകളാണ്. ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ ഒരു 5%, 10% ആൾക്കാരിൽ ചുമ കണ്ടുവരാറുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരു ഹാനികരമായ ചുമയല്ല. ഈ മരുന്ന് മാറ്റി വേറൊരു മരുന്നിലോട്ട് മാറ്റുമ്പോൾ സാധാരണ ഈ ചുമ മാറുകയാണ് ചെയ്യാറുള്ളത്. ഇനി വരണ്ട ചുമയ്ക്ക് നമ്മൾ എപ്പോഴൊക്കെ ചികിത്സ തേടണമെന്ന് പറഞ്ഞു. നമുക്ക് ചികിത്സ തേടുന്നതിന് മുമ്പ് ചെറിയ വരണ്ട ചുമയാണെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റാം? ഒന്ന്, എന്തെങ്കിലും അലർജിയോ ഇറിറ്റൻസോ കൊണ്ടാണ് ചുമയെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ചില ആൾക്കാർ ഇപ്പോൾ വീട്ടിലെ പൊടിയായിരിക്കാം, അല്ലെങ്കിൽ പോളൻ, ഒത്തിരി ചെടികളോ മറ്റോ വളർത്തുന്ന പൂക്കളുടെ പോളൻ ആയിരിക്കാം, വീട്ടിനകത്തെ എന്തെങ്കിലും ഡസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മൈറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ക്ലീൻ ചെയ്യാത്ത മാറ്റുകളായിരിക്കാം. ഇവയുണ്ടെങ്കിൽ അവ ചേഞ്ച് ചെയ്യണം. അതായത് ഒരു എൻവിറോൺമെന്റൽ ചേഞ്ച് വരുത്തണം. 2, മറ്റു ചില ആൾക്കാരിൽ ഈ ചുമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുകവലി കൊണ്ടായിരിക്കാം. ആസ്മയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. പുകവലിക്കാരുള്ള ചുമയാണെങ്കിൽ ആദ്യമായിട്ട് പുകവലി പൂർണ്ണമായിട്ട് നിർത്തണം. ഇനി മറ്റു ചില ആൾക്കാർ നമുക്കറിയാം ആസിഡ് റിഫ്ലക്സ് കൊണ്ടാണ് ചുമ വരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരിൽ വണ്ണം കുറയ്ക്കണം, ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തണം, ആസിഡിറ്റി കുറയ്ക്കാനായിട്ട് ചിലപ്പോൾ മരുന്നുകൾ അതിൻ്റെതായിട്ട് വേണ്ടി വന്നേക്കാം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയവും ഭക്ഷണ രീതിയും സ്പൈസി ഫുഡ് കുറയ്ക്കുക, ഇതെല്ലാം ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില ആൾക്കാർ ഞാൻ പറഞ്ഞു പോസ്റ്റ് നേസൽ ഡ്രിപ്പാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ടോൺസിലൈറ്റിസ് ആയിരിക്കാം, അഡിനോഡൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൈനസൈറ്റിസ് ആയിരിക്കാം. അതെന്താണ് കാരണം കണ്ടുപിടിച്ച് അത് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നേക്കാം. സാധാരണ പേടിക്കാനില്ലാത്ത വരണ്ട ചുമയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി പേടിക്കാനുള്ള കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല വരണ്ട ചുമ, എന്നാലും ചെറിയ വരണ്ട ചുമ ഉണ്ടെന്നിരിക്കട്ടെ, എന്ത് ചെയ്യണം? കൂടുതലായിട്ട്
ചെറു ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ചെറിയ ചൂടുള്ള ചായ കുടിക്കുന്നത്, ചൂടുവെള്ളം കുടിക്കുന്നത്, അതുപോലെ തന്നെ തേൻ പലപ്പോഴും ഈ വരണ്ട ചുമയ്ക്ക് നല്ലതായിട്ട് വന്നേക്കാം. ചില എസെൻഷ്യൽ ഓയിൽസ്, യൂക്കാലിപ്റ്റസ് ഓയിൽ പോലുള്ള ചില ഓയിൽസും പലപ്പോഴും ഈ വരണ്ട ചുമയ്ക്ക് ഒരു ചെറിയ റിലീഫ് വരുത്താറുണ്ട്. പലപ്പോഴും വരണ്ട ചുമയ്ക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ല, പക്ഷെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു വരണ്ട ചുമയാണ്. നമ്മൾ ഡോക്ടറെ കാണുന്നു. ഈ ചുമ സപ്രസ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ, അതായത് കഫ് സിറപ്പിന്റെ തന്നെ ചില വകഭേദങ്ങൾ, അതായത് കഫ് സപ്രസൻസ് എന്ന് പറയുന്ന മരുന്നുകൾ ഡോക്ടർ തരാറുണ്ട്. ഇത് ഈ ചുമ വരാതെ പ്രിവെന്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആന്റാസിഡ്സോ അല്ലെങ്കിൽ അസിഡിറ്റിക് ഉള്ള ടാബ്ലറ്റുകളും ഡോക്ടർ തരാറുണ്ട്. പിന്നെ എല്ലാ വരണ്ട ചുമയും നമ്മൾ സ്വയം ചികിത്സിക്കരുത്. പലപ്പോഴും വരണ്ട ചുമ ആദ്യമേ പറഞ്ഞു TBയുടെ ലക്ഷണമാകാം. സ്ഥിരമായി പുകവലിക്കുന്ന ആൾക്കാരിലോ മറ്റോ ലങ്ങിലെ ക്യാൻസർ കൊണ്ട് പോലും ചിലപ്പോൾ വരണ്ട ചുമ കണ്ടുവരാറുണ്ട്. അപ്പൊ ചുമ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വയം ചികിത്സ അപകടമായേക്കാം. ഡോക്ടറെ കാണണം. മറ്റു പേടിക്കാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷനോ വന്ന് ഒരു വരണ്ട ചുമ വരാത്തതായിട്ട് ആൾക്കാരുണ്ടാവില്ല. ഈ പറഞ്ഞ കോസുകളൊക്കെ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ആൾക്കാരിൽ സൈക്കോളജിക്കലായിട്ടൊരു കോഫ് വരാറുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചുമയ്ക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പലപ്പോഴും ഉണ്ട്. ഇത് നമ്മൾ അങ്ങനെ ചുമച്ച് ശീലിച്ച് ആ ഒരു ഡ്രൈ കോഫ് ഇടയ്ക്ക് ചില ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. എല്ലാ വരണ്ട ചുമയും പേടിക്കാനുള്ളതല്ല. ചെറിയ വൈറൽ ഇൻഫെക്ഷൻ ഉള്ള വരണ്ട ചുമയൊന്നും കുഴപ്പമില്ല. പക്ഷേ എല്ലാ വരണ്ട ചുമയും പേടിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുക. താങ്ക് യു.